പൂരങ്ങളുടെ നാടായ തൃശ്ശൂരിൽ 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം എത്തുമ്പോൾ ഇവിടെ എത്തുന്ന കലാപ്രതിഭകൾ എല്ലാവരും മാറ്റുരയ്ക്കുന്നത് ആ സ്വർണ്ണക്കപ്പിന് വേണ്ടിയാണ്. ആ സ്വർണ്ണക്കപ്പിൻ്റെ ചരിത്രത്തിന് പിന്നിൽ ഒരു കഥയുണ്ട്. ആ കഥയ്ക്ക് തൃശ്ശൂരുമായി ചെറിയൊരു ബന്ധവുമുണ്ട്. നമുക്ക് അതൊന്ന് തേടിപ്പോകാം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ തങ്കക്കപ്പിൻ്റെ ആരുമറിയാത്ത കഥ തേടി ഒടുവിലെത്തിയത് ഈ PR എക്സ്പോർട്ടേഴ്സിനാണ്. അപ്പോൾ ഇതാണ് കക്ഷി, റാഫി ആൻഡി. റാഫിയേട്ടാ നമസ്കാരം. അപ്പോൾ സ്വന്തം നാട്ടിൽ കലോത്സവം എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇക്കുറി തൃശ്ശൂരിൽ കലോത്സവം എത്തുമ്പോൾ റാഫിയേട്ടൻ്റെ ഇരട്ടി സന്തോഷമുണ്ട് ഇല്ലേ? അപ്പോൾ ആ തങ്കക്കപ്പിൻ്റെ ആ കഥ എങ്ങനെയെന്ന് റാഫിയേട്ടൻ പറയും. 1986 അവർ നിർമ്മാണം ഡിസൈനൊക്കെ ചെയ്ത് ഒരു കപ്പുണ്ടാക്കണമെന്ന് എന്നെ പറഞ്ഞു. ടെൻഡറൊക്കെ ഷാലിമാർ ജ്വല്ലറിക്ക് ടെൻഡറൊക്കെ കിട്ടി. അത് കഴിഞ്ഞാണ് ഈ മോൾഡായിട്ട് വരുന്നത്. അത് ഒരു പുസ്തകവും വളയിട്ട ഒരു കയ്യിൽ വലംവരി ശംഖ് വെച്ചിട്ടുള്ളതാണ്. അപ്പം തന്നെ കണ്ടപ്പോൾ തന്നെ ഞാനിതെങ്ങനെ ഉണ്ടാക്കുമെന്ന് ഞാൻ പേടിച്ചു പോയി. അത് ഞാനിവിടെ എനിക്കറിയാവുന്ന പണിശാലകളിലൊക്കെ കാണിച്ചപ്പോൾ ഇത് ഇവിടെ ഉണ്ടാക്കാൻ പറ്റില്ല, ഇത് തഞ്ചാവൂർ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഈ വക സാധനങ്ങൾ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനീ മോൾഡും കൊണ്ട് പല സ്ഥലങ്ങളിൽ തഞ്ചാവൂർ പോയി, സേലത്ത് പോയി, പല ഇങ്ങനത്തെ ആശാരിമാർ ഇങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാക്കുന്ന പല സ്ഥലങ്ങൾ പണിശാലകളിലും പോയി. അപ്പോൾ അവർക്കൊക്കെ കുറേ 3 മാസം 4 മാസമൊക്കെയാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത്. നമ്മുടെ സമയമില്ല. എന്തെങ്കിലും കിട്ടുമ്പോൾ അതിന് 30 ദിവസം അങ്ങോട്ടുള്ള ഒന്നും മുത്തുസ്വാമി കോളനിയിലുള്ള വരദരാജൻ എന്ന് പറയുന്ന ഒരു ആശാരിയെ കണ്ടു. ആളിങ്ങനത്തെ ആഭരണങ്ങൾ നഗാശിപ്പണിയാണ്. ഇതിൽ നഗാശിയിൽ അടിച്ചെടുക്കേണ്ടതാണ് ഈ പണി. അപ്പോൾ അയാൾ ഇത് കണ്ടമാനം പണിയുന്ന ആളാണ്. അപ്പോൾ ആൾ പറഞ്ഞ് ആദ്യം ഇത്ര സമയം പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ അയാളോട് പറഞ്ഞു ഇത് പറ്റിയേ തീരുമെന്നൊക്കെ പറഞ്ഞ് അയാളുടെ കയ്യും കാലൊക്കെ പിടിച്ച്, ഞാനാണെങ്കിൽ അന്നത്തെ ചെറുപ്പമാണ്, എനിക്ക് 10-25 വയസ്സൊക്കെ ഉള്ളതായിരുന്നു. അപ്പോൾ ഇനി പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും അവിടെ താമസിക്കാമെന്ന്. അങ്ങനെ അയാളുടെ വീട്ടിൽ ഒരു ബെഞ്ചിൽ തന്നെ കിടന്ന് അയാൾ രാവും പകലും ഇരുന്ന് അയാളുടെ അച്ഛനുണ്ട് വയസ്സായ അയാളൊക്കെ പിന്നെ പണിക്കാരും എല്ലാവരും വേഗം പണി. പിന്നെ അതിൽ എനിക്കറിയാവുന്ന വേഗം പണിയാവുന്ന കാര്യങ്ങൾ ഞങ്ങളും എല്ലാവരും എപ്പോഴും ഒന്ന് ചർച്ച ചെയ്ത് ഓരോ പണികളും മാറ്റി മറിച്ചൊക്കെ ചെയ്ത് ഏതാണ്ട് കലോത്സവത്തിൻ്റെ അന്നാണ് ഇതിൻ്റെ ഒരു രൂപമാണ്. അപ്പോഴും അതിൻ്റെ മുഴുവനായിട്ടില്ല. അപ്പോൾ അങ്ങനെ അപ്പോഴേക്കും ഇവിടുന്ന് വിളി വന്നു തുടങ്ങി. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഒരു കാറ് വിളിച്ച് വളയാറെത്തിയപ്പോഴേക്കും നമ്മളിവിടെ പോലീസ് എസ്കോർട്ടോട് കൂടിയാണ്. അവിടെ കപ്പ് കൊടുക്കേണ്ട നേരെ മന്ത്രി പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. നേരെ ഇതിലേക്കാണ് കൊണ്ടുവരുന്നത്. അപ്പം വേദിയിലേക്കാണ്. അവിടെ വെയിറ്റ് നോക്കാനൊന്നും അതുമില്ല. മറ്റേ വൈശാലിയിലെ പോലെ അവിടെ വെച്ച് മഴ പെയ്തപ്പോൾ അവിടെ വിട്ട പോലെ എന്നെ ഒരു വിട്ട് അങ്ങോട്ട് പോയി. അത് കഴിഞ്ഞ് പിന്നീട് വൈകുന്നേരം മിനിസ്റ്റർ വിളിച്ച് ഇത് രണ്ടാമതിൻ്റെ കുറച്ചുകൂടി പണികളൊക്കെ ബാക്കിയുണ്ടായിരുന്നു. അത് രണ്ടാമത് ഞങ്ങൾ തന്നെ അങ്ങോട്ട് തന്നെ തിരിച്ചു കൊണ്ടുപോയി. പിന്നെ 10-20 ദിവസം കഴിഞ്ഞ് പണിയെല്ലാം കഴിച്ച് വൃത്തിയാക്കി പിന്നെ അവിടെ DPI ഓഫീസിൽ പോയി തൂക്കൊക്കെ കൊടുത്ത്. അന്ന് എനിക്ക് അവരുടെ നിർമ്മാണത്തിൽ ഞാൻ പിച്ചു വയ്ക്കുന്ന കാലത്താണ് ഈ ചുമതലയേറ്റത്. അപ്പോൾ നമ്മുടെ കലോത്സവത്തിൻ്റെ പിന്നിൽ ആ സ്വർണ്ണക്കപ്പിൻ്റെ കഥ ഇതാണ് റാഫേലേട്ടാ. അപ്പോൾ അങ്ങനെ അത്രമേൽ വൈകാര്യമുള്ള ആ കപ്പ് നമ്മുടെ തൃശ്ശൂർ നാട്ടിൽ വരുമ്പോൾ നമുക്ക് നോക്കി കാണണ്ടേ? എന്ത് തന്നെയാലും അത് കാണും. കപ്പ് വരുന്ന ദിവസം അത് കാണാൻ പോകുമ്പോൾ മാതൃഭൂമിയും കൂടി എൻ്റെ കൂടെ ഉണ്ടാവണമെന്ന് എനിക്കിപ്പോൾ വലിയ ആഗ്രഹമുണ്ട്. കലോത്സവ നഗരിയിലെ ആ സ്വർണ്ണക്കപ്പ് കാണാൻ റാഫേലേട്ടനൊപ്പം ഞങ്ങളും ഉണ്ടാവും. ആൻ്റണി ഗ്രഗറിക്കൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.